ദീപാനിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് സിമി റോസ്ബെൽ ജോണിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ ചർച്ചയിലേക്ക് സിമി റോസ്ബെൽ ജോണിനെ വിളിക്കണം എന്ന് വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ദീപാനിൽ തന്നെ അത് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ സിമി റോസ്ബെൽ ജോണിനെ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. സിമി റോസ്ബെൽ ജോൺ ഇപ്പോൾ ഈ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. സിമി, നിങ്ങൾക്ക് PSC മെമ്പർ സ്ഥാനം, വേറെ എന്തൊക്കെയോ പദവികളൊക്കെ കോൺഗ്രസിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കിട്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നാണോ പുള്ളിക്കാരത്തി പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കാം. ഇനിയിപ്പോ എന്റെ ചോദ്യങ്ങളോട് ഏറ്റുമുട്ടായിരിക്കൂ. സിമി റോസ്ബെൽ ജോൺ തന്നെ വന്നല്ലോ. ദീപ അനിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വക്താവാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. കോൺഗ്രസിന്റെ വക്താവായ ദീപ അനിലിനുള്ള ഈ സംശയം എങ്ങനെയാണ് സിമി റോസ്ബെൽ ജോൺ ഇപ്പൊ തീർക്കുക? ദീപാനിലുള്ള എല്ലാ ബഹുമാനത്തോടുകൂടി പറയട്ടെ, ദീപാനിൽ വിദേശ മലയാളിയായിരുന്നു. എന്നാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കേരളത്തിലേക്ക് വന്നതെന്നും അത് വിദേശത്തായിരുന്നല്ലോ. ഞാൻ വിദേശത്തായിരുന്നപ്പോഴും ഇവിടുത്തെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഫ്രണ്ട് ഓർഗനൈസേഷൻ ആയിരുന്ന എന്ന് പറയുന്ന ദീപാനിൽ ദയവായി ഒരു സ്ത്രീക്കുള്ള വേദന അവർ തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ ഞാൻ അതിന് അവസരം കൊടുത്തിരിക്കുകയാണ്. സിമി റോസ്ബെൽ ജോൺ നിങ്ങളുടെ പാർട്ടിയിൽ പീഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാധ്യമങ്ങളിലേക്ക് വന്നതാണ്. വേറെയും അതുപോലെ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞതാണ്. അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ദയവായി അത് കേൾക്കൂ. അല്ല, അവരെന്നോട് ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് ഓരോ വാക്കിനുമല്ല. ദയവായി നമ്മളിത് റോഡിൽ നിന്ന് സംസാരിക്കുകയല്ല, ഇത് ആളുകൾ കേൾക്കുന്നതാണ്. ദയവായി ഞാൻ പറഞ്ഞു മറുപടി പറയാലോ. എന്നെ പറയാൻ അനുവദിക്കാതെ മറുപടി പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാവും. സിമി പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ 35 വർഷം 3.5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ചിട്ട് ഇവിടെ ഒരുപാട് പാർലമെന്റ് എലക്ഷൻസ് വന്നിരുന്നു, ബൈ എലക്ഷൻസ് വന്നിരുന്നു, പിന്നീട് വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വന്നിരുന്നു. പുറത്തുനിന്ന് കാൻഡിഡേറ്റ്സിനെ ഇറക്കുമതി ചെയ്തുകൊണ്ടെന്ന് കതറിട്ടിട്ട് ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ഞാൻ ഇതിന്റെ അകത്ത് നിശബ്ദമായിട്ട് നിന്നതാണ്. ശ്രീ ലൂക്കോസിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ ഈ രാജീവ് ഗാന്ധിനെ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റ് അംഗവും ആയിരിക്കുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡൽഹിയിലാണ്. എന്റെ കോളേജിൽ ഉണ്ടായിരുന്ന ബർണാസിംറ്റെ, ഞാൻ അവരുടെ ഒപ്പം പോയിട്ട് രാജീവ് ഗാന്ധിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്താണ്. രാജീവ്ജിയോട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 33% വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഞാൻ നിവേദനം കൊടുത്ത ഒരാളാണ്. അതുകൊണ്ട് ദീപാനിൽ എന്നെ പൊളിറ്റിക്സ് ഒന്നും പഠിപ്പിക്കണ്ട. ദീപാനിൽ ഞാൻ പറഞ്ഞോട്ടെ, പറയാൻ അനുവദിക്കാം. ചിന്തയും ആ സംസാരമൊക്കെ അങ്ങ് കൈ വെച്ചു. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തരുത്, ദയവായി ഭീഷണിപ്പെടുത്തരുത്. ഒരു വേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ദയവായി അതുപോലെ എനിക്കില്ലേ? ഉണ്ട്. ദീപയ്ക്ക് വേദന ഉണ്ടെങ്കിൽ ഞാനത് കേൾപ്പിക്കാം. ദീപയ്ക്ക് പറയാനുള്ള വേദനകൾ കേൾപ്പിക്കാം. പക്ഷെ ഇപ്പൊ ഇവിടെ സിമിക്കാണ് പരാതി. ഒറ്റ മിനിറ്റ് സിമി. ദീപ ദയവായി എനിക്കത് കേൾപ്പിക്കണം. സിമി പറയുന്നത് കേൾപ്പിക്കണം. ദീപ പറഞ്ഞിട്ടാണ് ഞാൻ സിമിയെ ക്ഷണിച്ചത്. ദയവായി അച്ചടക്കം വേണം. പ്രവർത്തിച്ച് വന്നവർക്കുള്ള ഒരു മര്യാദയുണ്ട്, അതൊന്ന് പാലിക്കും. ശരി, ഞാൻ സിമിയോടാണ് ചോദിക്കുന്നത്. ഞാൻ സിമി റോസ്ബെലിനോടാണ് ചോദിക്കുന്നത്. ദയവായി ദീപ, താങ്കൾക്ക് കേട്ടോണ്ടിരിക്കാം. ഞാൻ താങ്കളോട് ചോദിക്കുമ്പോൾ മാത്രം പറയുക. ദയവായി മറ്റുള്ള ആളുകളെയും പ്രേക്ഷകരെയും ദയവായി ഇങ്ങനെ മോശക്കാരാക്കരുത്. ദയവായി ഒറ്റ മിനിറ്റ്. ദീപ അത് മ്യൂട്ട് ചെയ്യൂ. സിമിയോടാണ് ചോദിക്കുന്നത്. ദീപയെ മ്യൂട്ട് ചെയ്തു. എനിക്ക് കമ്പാരിസൺ ഇല്ല. കാരണം ഈ KSU യൂത്ത് കോൺഗ്രസിലൂടെ പെട്ടെന്ന് ഇങ്ങനെ ലീഡേഴ്സായി വിദേശത്ത് ഇങ്ങനെ ഒത്തിരി ഇതൊക്കെ ആയുമ്പോഴേ അവർക്കൊന്നും സാമാന്യ മര്യാദകൾ പറയാൻ
പറയാനോ പ്രവർത്തിക്കാനോ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ചലച്ച് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അല്ല, ഒറ്റ മിനിറ്റ് സിമി, എനിക്ക് എന്റെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇന്ന് സിമി റോസ്ബൽ ജോൺ കുറെ വാക്കുകൾ ഉപയോഗിച്ചത്? നമ്മൾ സിനിമയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും മാത്രം കണ്ട വാക്കുകളാണ്. അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സ്, അതുപോലെ പവർ ഗ്രൂപ്പ്, ഇതൊക്കെ കോൺഗ്രസിലുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തെളിവ് വേണം, അല്ലെങ്കിൽ അതിന് കാരണം വേണം. അതല്ലാതെ നമുക്ക് ആരെയും അപമാനിക്കാൻ ഉദ്ദേശമില്ലല്ലോ. പറയാമോ എന്താണെന്ന്? അല്ല, ഞാൻ എപ്പോഴും ഐ നെവർ സ്പീക്ക് ബാഡ് അബൌട്ട് അതേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ചൂഷണം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഒരു ഇന്റർവ്യൂലും എന്റെ മാന്യത വിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പരാതി പറഞ്ഞവരുണ്ട്, അവരുടെ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അവരായിട്ട് നടത്തിയ സംഭാഷണം നേരിട്ടും ഫോണിലൂടെയും ഉള്ളത്. അത് സമയം വരുമ്പോൾ ഞാൻ വെളിപ്പെടുത്താം. ഞാനിപ്പോ പറയുന്നത് ഞാനൊക്കെ വളരെ നല്ല ട്രാക്ക് റെക്കോർഡ് കൂടി ഏറ്റവും താഴെത്തട്ടിൽ KSCന്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ട്, കൾച്ചറൽ ഫോറത്തിന്റെ കൺവീനറായിട്ട്, മഹാത്മാഗാന്ധി സർവകലാശാലയിലെ തുടർച്ചയായി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. കോളേജിൽ ചേർന്ന ഉടനെ തന്നെ PT തോമസ് കണ്ടെത്തിയതാണ് ഞങ്ങളെല്ലാം. ഞങ്ങളെല്ലാം ഇതിനു വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല. രാഷ്ട്രീയത്തിലൂടെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല. ഞങ്ങളുടെ കഴിവും പ്രാഗൽഭ്യവും നേതൃത്വ പാഠവും കണ്ട് ഞങ്ങളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനുള്ളതാണ്. അല്ലാതെ സ്ത്രീ വിരുദ്ധമായിട്ടല്ല ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ പെട്ടെന്ന് ഇങ്ങനെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അസഹിഷ്ണുത ഉണ്ടാവും. അതെന്റെ കുറ്റമല്ല എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്റെ ട്രാക്ക് റെക്കോർഡിനെ ഒന്നും ചോദ്യം ചെയ്യണ്ട. ഇവിടെ നിരവധി തവണ അസംബ്ലിയും പാർലമെന്റും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ലാതെ എനിക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കി നൂലിയിൽ ഇറക്കിക്കൊണ്ടുവന്ന ലീഡറൊന്നും അല്ല. ഞങ്ങളൊക്കെ ഒരിക്കലും റിബലായിട്ട് മത്സരിച്ചിട്ടില്ല, നോമിനേഷൻ പോലും കൊടുത്തിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകളൊക്കെ ഇന്ന് വലിയ പദവിയിൽ ഇരിക്കുവാണ്. അപ്പൊ ഇതൊന്നും ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു എളിയ പ്രവർത്തകയാണ് ഞാൻ. പിന്നെ എനിക്ക് PSC തന്നു, അതാണോ ദീപയ്ക്ക് വലിയ സങ്കടം? 3.5 പതിറ്റാണ്ടത്തെ കഷ്ടപ്പാടും ത്യാഗവുമാണ് അതിന്റെ പിന്നില്. അല്ലാണ്ട് എന്റെ സൗന്ദര്യം കണ്ടിട്ട് തന്ന പോസ്റ്റ് അല്ല അത് ദീപ മനസ്സിലാക്കാം. അങ്ങനെ സൗന്ദര്യം കൊണ്ട് പോസ്റ്റ് നേടിയ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കാം. അല്ല, അങ്ങനെയുണ്ടോ? അങ്ങനെ കോൺഗ്രസിൽ സൗന്ദര്യം കൊണ്ട് പോസ്റ്റുകൾ നേടുന്നവരുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? താങ്കൾ ഓരോരുത്തരുടെ ട്രാക്ക് റെക്കോർഡ്, താങ്കൾ ഒരു പത്രപ്രവർത്തകനാണല്ലോ, താങ്കൾ ഒരു ആങ്കറാണ്, താങ്കൾ ഒരു ന്യൂസ് റീഡറാണ്. താങ്കൾ ആലോചിക്കുക. ഇപ്പൊ ശ്രീ ലൂക്കോസ് പറഞ്ഞല്ലോ, റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, എന്റെ ട്രാക്ക് റെക്കോർഡ് അറിയുന്ന ഒരാളാണ് അദ്ദേഹം. ഇടതുപക്ഷത്താണെങ്കിലും ആ ഒരു ആദരവോട് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കോൺഗ്രസിലെ എനിക്കറിയാം, എനിക്ക് സിമി റോസ്ബൽ ജോണിനെ അറിയാം. ഞാനത് റെജി ലൂക്കോസ് പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നു. ഈ വിദേശ മലയാളി പറയുന്നതായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. ഞങ്ങളൊക്കെ പ്യുവർലി മെറിറ്റ് ഓറിയന്റഡ് പൊളിറ്റിക്സ് ആണ് ഞങ്ങളുടെയൊക്കെ. അതെന്താണ് ഈ ദീപാനിൽ എന്ന് പറയുന്നത്? ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കളുടെ ഒപ്പം ഈ പറഞ്ഞ പോലെ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി വന്നു എന്നാണോ താങ്കൾ ഇങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ ഈ ദീപാനിലിന്റെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചു ജില്ലാ പഞ്ചായത്ത്. അപ്പോഴാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. അതല്ലാതെ പിന്നെ ഇപ്പൊ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഞാൻ TV കാണുന്നുണ്ട്. അല്ലാതെ എനിക്ക് അവരോട് യാതൊരു വിരോധവും ഇല്ല, വ്യക്തിപരമായിട്ട് ഒരു അടുപ്പവും ഇല്ല. അത് ഞാൻ തുറന്നു. പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ എന്റെ അടുത്ത് എന്താ പോരിന് വരുന്ന പോലെയാണ് ഇങ്ങോട്ട് ഫൈറ്ററായിട്ട് വരുന്നത്. മനസ്സിലായി? എനിക്ക് ഒന്നാമത് ഞാൻ ഇന്ന് വളരെ ടയർഡാണ്, എനിക്ക് ഒട്ടും സമയമില്ല. എന്നിട്ട് പോലും ഞാൻ ഒരു മര്യാദ കാണിച്ച് ഞാൻ ഈ സൂം മീറ്റിങ്ങിന് വന്നാണ്. അപ്പൊ തിരിച്ചും എന്നോട് ആ ഒരു മര്യാദ കാണിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ആരൊക്കെയാണ് ആ പവർ ഗ്രൂപ്പിലുള്ളത്? സിമി റോസ്ബൽ പവർ ഗ്രൂപ്പ് ഒന്നും നിഷേധിക്കില്ല. എന്നോട് മോശമായ ആളുകളെ കുറിച്ച് ഞാൻ KPCC പ്രസിഡന്റിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രാജ്യസഭയും ലോക്സഭയും അസംബ്ലിയും ഒന്നും തന്നിട്ടല്ലല്ലോ. ഞാനും ഒരുപാട് ഈ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞത്. വിദേശത്ത് നിന്ന് വന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണിത്. മനസ്സിലായോ? 42 വർഷക്കാലം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ജമീല ഇബ്രാഹിം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാ റോസക്കുട്ടി ടീച്ചർ, പത്മജ രാഷ്ട്രീയകാര്യ സമിതി, പത്മജ വേണുഗോപാൽ, ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പൊ അവരോടൊന്നും കാണിക്കാത്തതൊക്കെ ചില ആളുകളോടൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ യൂത്ത് കോൺഗ്രസിൽ ഒരു വോട്ട് കിട്ടിയ ആളുകളൊക്കെയാണ്, അല്ലാണ്ട് വലിയ ജനപിന്തുണയുള്ള നേതാക്കളൊന്നും അല്ല. ജനപിന്തുണയുള്ള നേതാക്കളാണെങ്കിൽ നമ്മള് ജില്ലാ കൗൺസിൽ എന്റെ റെക്കോർഡ് മെജോറിറ്റി കൊച്ചിൻ കോർപ്പറേഷന്റെ 28 ഡിവിഷൻ ഇന്ന് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ഫെമീനയിലുണ്ട്, ഫെമീന മാഗസിൻ നോക്കിയാലുണ്ട്, BBC-യിലുണ്ട്. അപ്പൊ എന്റെ ട്രാക്ക് റെക്കോർഡിന്റെ പരിശുദ്ധി ഒന്നും ആരും അളക്കണ്ട. അത് എന്താ പറയാ,
അത്രയ്ക്കും അതിൽ ക്രെഡിബിലിറ്റി ഉണ്ട്. സിമി റോസ്ബെൽ ജോൺ ഇങ്ങനെ മുകളിലേക്ക് വരണ്ട എന്ന് തീരുമാനിക്കാൻ ആരൊക്കെയാണ് ഇടപെട്ടത് എന്ന് ചില ആളുകളുടെ പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എന്താണ് ഒന്നുകൂടി? കാരണം ഞാനല്ലല്ലോ ആ പേര് പറഞ്ഞത്. KPCC പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെന്റെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നെ പ്രവർത്തിക്കാൻ വി ഡി സതീശന്റെ ജില്ലയാണ്. വി ഡി സതീശൻ തീരുമാനിക്കുന്ന അവിടെ നടക്കൂടെന്ന്. അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നേക്കാൾ മുമ്പ് AICC മെമ്പർ ആയ ആളാണല്ലോ ഞാൻ. എന്റെ മെറിറ്റിനെ കുറിച്ചൊക്കെ എന്നോട് പറയണ്ട. വളരെ കുഞ്ഞിലെ എന്നെ അദ്ദേഹം മോളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. എന്നോടൊന്നും പറയണ്ട, എനിക്കറിയാം. ഇന്ന് ഈ KPCC ഇരിക്കാൻ ഏറ്റവും അർഹത ഉള്ള ഒരു സീനിയർ ലീഡർ ആണെന്ന് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമോ രമേശിയോ ഉമ്മൻചാണ്ടിയോ ഒന്നും എന്റെ ക്രൈറ്റീരിയോ അല്ലെങ്കിൽ എന്റെ മെറിറ്റോ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും എന്നെ സൈഡ് ലൈൻ ചെയ്തു. എനിക്ക് യൂത്ത് കമ്മീഷനാണ് എഴുതി തന്നത്. കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ KPCC പ്രസിഡന്റ് ലെറ്റർ കൊടുത്തു. അത് തടഞ്ഞ ആരൊക്കെയാണ് രമേശിയോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അത് രമേശിയോട് ചോദിക്കുക. അതിപ്പോ കഴിഞ്ഞൊരു കാര്യമാണല്ലോ. അതിനുശേഷമാണ് എനിക്ക് ഒരു ഭരണഘടനാ പദവി കിട്ടിയത്. അതുകൊണ്ട് ഒരു സ്ഥലത്തും എത്താത്ത വിധത്തില് എന്നെ കുറെ കാലമായി എന്നെ സൈഡ് ലൈൻ ചെയ്യുന്നത്. അത് എന്റെ കമ്മ്യൂണിറ്റി പോലും അല്ലാത്ത ഒരു ലീഡർ. അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ യൂത്ത് കോൺഗ്രസിലെ സ്റ്റേറ്റ് ലെവലില് 2 സംസ്ഥാന പ്രസിഡന്റ്മാരുടെ ഒപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു നീണ്ട 18 വർഷം. ഞങ്ങളൊക്കെ പണിയെടുത്തിട്ടാണ് ഇതിന്റെ അകത്ത് വന്നത്. കഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ഓടി സിമി റോസ്ബെൽ ജോണിന് മാത്രമുള്ള പ്രശ്നമാണോ അതോ ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ കോൺഗ്രസിൽ? ഞാൻ പറയട്ടെ, കേരള സർവകലാശാലയുടെ വൈസ് ചെയർമാനായിട്ട് നന്ദാവനം ക്യാമ്പില് അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ച് ഇഷ്ടി കൊണ്ട് തലക്കടിച്ച് ഇന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകാത്ത ഒരു സ്ത്രീ പാർട്ടിയിലുണ്ട്. സുജ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അവരൊക്കെ എവിടെയാണിപ്പോ? ഇങ്ങനെ ഓരോരുത്തരെ കെട്ടി ഇറക്കുവല്ലേ. അവരൊക്കെ എവിടെ? ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് വേദനകൾ. ഇന്നും മാതൃത്വം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പോലീസ് പൂട്ടിയിട്ട് ചവിട്ടിയിട്ട്. അവരുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയല്ല, നന്ദാവനം പോലീസ് ക്യാമ്പില് പ്രീ ഡിഗ്രി ബോർഡ് സമരത്തിന് വേണ്ടിയാണ് അവരൊക്കെ പാർട്ടിയുടെ രക്തസാക്ഷികളായത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുജ. അതുകൊണ്ട് നിങ്ങൾ ഈ കഷ്ടപ്പാടും ത്യാഗവും അനുഭവിച്ചവരെയൊക്കെ അവരെയൊക്കെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങളൊന്നും അവരെ ബഹുമാനിക്കേണ്ട, പക്ഷെ അവരെ ഒന്നും ഇവരൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് പറയുമോ അതോ ഇവർക്ക് പേടിയുണ്ടോ കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ? ഞങ്ങളുടെ കാലത്ത് പ്രവർത്തിച്ച ആളുകള് എപ്പോഴും നിർഭയരായിരുന്നു. എല്ലാവരും നല്ല അന്തസ്സോടും ആഭിജാത്യത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാ. അസംബ്ലിയിൽ വന്നിട്ടില്ല, പാർലമെന്റിൽ വന്നിട്ടില്ല, ശരിയായിരിക്കാം രാജ്യസഭയും കിട്ടിയിട്ടില്ല. പക്ഷെ അവരൊക്കെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുക. അവരൊക്കെ ഒരു കോളേജ് ഇലക്ഷന് മാത്രമല്ല അവരൊക്കെ ജയിക്കുന്നത്. സുജ ജില്ലാ കൗൺസിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ റെക്കോർഡ് മെജോറിറ്റി ജയിച്ചതാണ്. അതുപോലെയാണ് ഞാനും എറണാകുളത്ത് ജയിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തന്ന അസംബ്ലി സീറ്റ് എവിടെയാണ് തന്നത്? 9 പഞ്ചായത്തും CPMന്റെ കോട്ടയാണ്. ആ മാരാരിക്കുളത്ത് ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയാണ് എനിക്ക് തന്നത്. എന്നിട്ട് പോലും അവിടെ 35,000 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്. എന്നിട്ട് പോലും ഞാൻ അവിടെ നല്ല ഗംഭീരമായൊരു പ്രകടനം നടത്തി 17,000 വോട്ടാക്കി അത് കുറച്ചു. ഒരു പരിചയമില്ലാത്ത ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ട്. ഈ സിമി റോസ്ബെൽ ജോണിനെയൊക്കെ മാരാരിക്കുളത്തൊക്കെ കൊണ്ടുപോയി കുരുതി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നതിന് കാരണം എന്താണ്? ഞാൻ പറയട്ടെ, ഈ പാർട്ടിയിൽ നിന്ന് വേദനയോടെ പോയ ആളുകളുണ്ട്. ലതിക സുഭാഷ് സന്തോഷത്തോടെ ഈ പാർട്ടിയിൽ നിന്ന് പോയതാണ്. ആകെ കൂടി കൊടുത്തിട്ടുള്ളത് മലമ്പുഴ സീറ്റാണ്. അച്യുതാനന്ദനോട് മത്സരിച്ച് എങ്ങനെ ജയിക്കാനാണ്? ആ സ്ത്രീക്കൊക്കെ രാജ്യസഭ പോയിട്ടേ ഒരു ജയിക്കാവുന്ന ഒരു സീറ്റ് കിട്ടിയില്ല. ജില്ലാ പഞ്ചായത്ത് വന്നിട്ടുണ്ട്. അത് ആരോ പരിഹസിക്കുന്നുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ കാറ് കിട്ടിയില്ലേന്ന്.